ഇന്ന് ഞാൻ കുറച്ച് കോളിഫ്ലവർ നടാന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങളെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ നടാം ഈ മണ്ണ്. ഞാൻ അതിൻ്റെ ഉള്ളിൽ ചെയ്തിട്ടുണ്ട്, ഒരുപാട് വീഡിയോകൾ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നോക്കിയാൽ മനസ്സിലാവും ആ വളങ്ങൾ ഉണ്ടാക്കിയ രീതിയിൽ കേട്ടോ. ആ മണ്ണാണ് ഈ കാണുന്നത്. ആ വളവും മണ്ണും കൂടിയിട്ടുള്ള മിക്സിങ് ആയിട്ടുള്ള കുമ്മായൊക്കെ ചേർത്തിട്ടുള്ള ഈ മണ്ണാണ് ഈ കാണുന്നത് കേട്ടോ. ഇതാണ് നമ്മൾ നടാനായിട്ട് ഉപയോഗിക്കുന്നത്. അത് കാണിച്ചു തരാം. ആ മണ്ണും വളം കൂടിയിട്ടുള്ളതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത്രയും പോകുന്ന ഒരു പോളി ബാഗാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ആയിട്ടാണ് അതിനെ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇങ്ങനെ മടക്കി ഇതിലേക്ക് 2-3 സ്റ്റെപ്പ് നമുക്ക് മണ്ണിട്ടിട്ട് വേണം ഈ ഗ്രോ ബാഗിനെ കോളിഫ്ലവറിനെ വെറുതെ കൊണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഈ ഓളില്ലെങ്കിൽ തന്നെ ബാഗിന് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കാനുണ്ടെങ്കിൽ തന്നെ ഈ ഓളുകൾ കൃത്യമായിട്ടുണ്ടാവണം. വെള്ളം കൂടുതൽ നിൽക്കാൻ പാടില്ല, അതിൻ്റെ കട ചെയ്യാൻ പാടില്ല കേട്ടോ. ഞാൻ കാണിച്ചു തരാം കേട്ടോ. തന്നെ നമ്മൾ ഗ്രോ ബാഗ് ഇങ്ങനെ മടക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ കരിയില കുറച്ച് കൊടുക്കും. കരിയില ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം കൂടുതലുണ്ടെങ്കിൽ തന്നെ പരമാവധി ഇത് അടിക്കോടെ വലിച്ച് താഴ്ന്ന് പോകാനായിട്ട് നമുക്ക് നല്ലതാണ്. പിന്നെ ഓട്ടോമാറ്റിക് ഇത് വലുതായി വരുമ്പോൾ ഇതിന് വെള്ളമായിട്ട് മാറും ചെയ്യും. അപ്പോൾ എല്ലാം കൊണ്ടും നല്ലതാണ് കരിയില ഇടുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇട്ട് നോക്കാം. അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതിൽ കുമ്മായപ്പൊടി മിക്സ് ചെയ്തതിൻ്റെ പേരിൽ 10 ദിവസം മുമ്പ് നമ്മൾ മിക്സ് ചെയ്തൊക്കെ ഇട്ടിട്ടുള്ളതാണ് നമ്മുടെ ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് ഈ മണ്ണ് ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇല്ലാത്തവരാണെങ്കിൽ കുമ്മായപ്പൊടി മിക്സ് ചെയ്തതിന് ശേഷം വേണം ചെയ്യാനായിട്ട് കേട്ടോ. ഇടുമ്പോൾ കരിയിലിട്ട് കഴിഞ്ഞാൽ കുറച്ച് കുറവിട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇതേമാതിരി കുഴി തീർത്താം. ഇത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ നട്ടിട്ടുള്ളതാണ്. അത് ഞാൻ കാണിച്ചിട്ട് നിങ്ങളെ ഇതാ. എന്നിട്ട് നമ്മൾ ഇതിനൊരു നല്ലൊരു തീർത്തും കാണിട്ട് ഇടുക. നല്ല രീതിയിൽ തന്നെ വെച്ചും കാണിട്ട് കേട്ടോ. ഇനി ഇതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വേര് പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു 10 ദിവസം കഴിയുമ്പോൾ കുറച്ച് ദിവസം മണ്ണിട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ ചാണപ്പൊടി എല്ലാം നമുക്ക് ഇഷ്ടമുള്ള വളങ്ങളിടാം. ചാണപ്പൊടി ഇടാം, അല്ലാന്നുണ്ടെങ്കിൽ വേപ്പ് പിണ്ണാക്ക് ഇടാം, ഈ കപ്പലണ്ടി പിണ്ണാക്ക് ഇടാം. ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഇതിനുള്ളിൽ യൂസ് ചെയ്യാം. അപ്പോൾ കുറച്ച് ദിവസം ഇട്ടാൽ മതി എന്ന് മാത്രം ഇടാം. മണ്ണ് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇടാം. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സൂഡോമോണോസ് കലക്കും കഞ്ഞ് കുറച്ച് വെള്ളം തെളിക്കുന്നത് മണ്ണിൽ തെളിക്കുന്നത് നല്ലതാണ്. നമുക്ക് അതിൻ്റെ കേടുപാടുകൾക്ക് എപ്പോഴും അത് നമുക്ക് 2 ആഴ്ച 3 ആഴ്ച കഴിയുമ്പോഴൊക്കെ നമുക്ക് കുറച്ച് ദിവസം ഈ മണ്ണിട്ട് കൊടുക്കുമ്പോൾ കുറച്ച് ദിവസം ഇട്ട് കഴിഞ്ഞാലും നല്ലതാണ് കേട്ടോ. മറ്റുള്ള വളങ്ങളൊന്നും കൊടുത്തില്ല, ഞാൻ ഉണ്ടാക്കിയ വളങ്ങളൊന്നും ഇട്ടുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഈ വളങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിലും ഞാൻ മറ്റുള്ള വളങ്ങൾ ഇടാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതിന് വേര് ശരിക്കും താഴ്ന്നത് പോകാത്തതുകൊണ്ട് വേല ഇതിന് ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളാണ് അതിനുവേണ്ടി 5-10 ദിവസം കഴിയുമ്പോൾ മണ്ണിട്ട് ഞാൻ നല്ല വെക്കാൻ പറയുന്നത് ഇടാം. ഇത് ഞാൻ നട്ടത് കൂടി കാണിച്ചു തരാം നിങ്ങളെ. ഇതാണ് ഞാൻ നട്ട് വെച്ചിട്ടുള്ള ഇതിടാം. അപ്പോൾ പിന്നെ ഇത് വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ സൂര്യപ്രകാശം ഇതിന് ആവശ്യമാണ്. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യണം. ഇത്ര ഞാൻ നട്ടുണ്ട്, ഒരു 19 കട നടുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് വലുതാവണനുസരിച്ച് നമ്മൾ ഒരു 5-10 ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ മണ്ണും വളം കൂടി മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതാ ഇതിപ്പോൾ ഇതേമാതിരി ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഇതാ. അപ്പോൾ ഇതിന് കേടുപാടുകളൊക്കെ കുറച്ച് കുറവാണ് വരുന്നത്. പിന്നെ എന്താണെങ്കിൽ നമ്മളൊരു 5-10 ദിവസം കഴിയുമ്പോൾ സൂഡോമോണസ് തെളിച്ച് കൊടുക്കുമ്പോൾ എപ്പോഴും നല്ലതാണ്. മണ്ണിൽ